വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഒ ലെറ്റർ, ഡെമ്മി ഒഫീഷ്യൽ ലെറ്റർ, അതായത് അർത്ഥ ഔദ്യോഗിക കത്ത്. എന്താണ് ഡിഒ ലെറ്റർ എന്ന് നോക്കാം. അതായത് ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ മറ്റൊരു ഗവൺമെൻറ് ഒഫീഷ്യലിന് ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ, ഓഫീസ് മാറ്റേഴ്സ്, പേഴ്സണൽ കപ്പാസിറ്റിയിൽ സെൻഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ലെറ്ററുകളാണ് ഡിഒ ലെറ്റർ അഥവാ ഡെമ്മി ഒഫീഷ്യൽ ലെറ്റർ, അർത്ഥ ഔദ്യോഗിക കത്ത്. സാധാരണയായി ഒരു സുപ്പീരിയർ ഇൻഫീരിയറിന് അയക്കുന്നതാവാം, ഇൻഫീരിയർ സുപ്പീരിയറിന്, അതായത് മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന് അയക്കുന്നതാവാം, കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥന് അയക്കുന്നതാവാം, ഒരുപക്ഷെ ഇതൊരു റിമൈൻഡർ ആവാം. അങ്ങനെയുള്ള ലെറ്ററുകളാണ് എന്ത് ഡെമ്മി ഒഫീഷ്യൽ ലെറ്റർ. പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഇതിനകത്ത് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഓഫീസ് കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്താണ്, അത് വ്യക്തിപരമായ രീതിയിൽ ആണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചത് എന്താണ്, ഒഫീഷ്യൽ ലെറ്റേഴ്സാണ് അല്ലേ. ഗവൺമെൻറ് ഓർഡർ കണ്ടു, ഗവൺമെൻറ് ഒഫീഷ്യൽ ലെറ്റർ കണ്ടു, ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ ലെറ്റർ കണ്ടു അല്ലേ. ഇതെല്ലാം ഏതാണ്, ഫോർമൽ ലെറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നതാണ്. അതായത് ഒരു പ്രത്യേക ഫോർമാലിറ്റി ഉണ്ടതിൽ അല്ലേ. നമ്മൾ കണ്ട പ്രത്യേക ഫോർമാറ്റിലാണ് നമ്മൾ അതിൻ്റെ ഓരോ പാർട്ടുകളും എന്താണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇനി ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്താണ്, നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്നതാണ് ഇൻഫോർമൽ ലെറ്റേഴ്സ്. അതായത് പേഴ്സണൽ ലെറ്റേഴ്സിനെ എല്ലാം നമ്മൾ എന്ത് പറയും, ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയും. അവിടെ യാതൊരു ഫോർമാലിറ്റീസും ഇല്ല. അതായത് പേഴ്സണൽ ലെറ്റേഴ്സ് മീൻസ് എന്താണ്, വ്യക്തിപരമായ കത്തിടപാടുകൾ. അതായത് നമ്മുടെ ഫ്രണ്ടിന് ലെറ്റർ അയക്കുന്നു, നമ്മുടെ ബന്ധുക്കൾക്ക് റിലേറ്റീവ്സിന് ലെറ്റർ അയക്കുന്നു. ഇവിടെയൊക്കെ എന്താണ്, നമുക്ക് സംബോധന ചെയ്യുന്നിടത്തും എല്ലാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ ഒരു ഫോർമാലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ലെറ്ററുകളാണ് എന്ത്, ഇൻഫോർമൽ ലെറ്റേഴ്സ്. അർത്ഥ ഔദ്യോഗിക കത്തെന്ന് പറഞ്ഞാൽ പകുതി ഫോർമലും പകുതി ഇൻഫോർമലുമാണ് അല്ലേ. വ്യക്തിപരമായി അടുപ്പമുള്ളവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്ററുകളാണ് ഡിഒ ലെറ്ററുകൾ. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ തന്നെ സുപ്പീരിയറും സബോർഡിനേറ്റും ഉണ്ട്. പക്ഷേ എന്താണ്, അവർ തമ്മിൽ എന്താണ് അടുപ്പം കാണും. അപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ എന്താണ്, എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. അപ്പോൾ അവിടെ എന്താണ്, നമ്മളൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാണ് അല്ലേ. നമുക്കൊരു റെസ്പെക്റ്റ്, ഒരു പ്രത്യേക ഒരു അടുപ്പം, ഒരു പ്രത്യേക ഒരു എന്താണ് ഒരു ഇഷ്ടം എന്തുണ്ടാവും, ആ ഒരു റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാവും അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ്, ഒരു ഒഫീഷ്യൽ മാറ്റർ വ്യക്തിപരമായിട്ട് നമുക്ക് തരുന്നു അല്ലേ. അങ്ങനെ അതിനുപയോഗിക്കുന്ന ലെറ്ററുകളാണ് ഡിഒ ലെറ്ററുകൾ, ഡെമ്മി ഒഫീഷ്യൽ ലെറ്ററുകൾ. ഡിഒ ലെറ്ററുകൾ നമ്മൾ മിനിസ്റ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും ഉപയോഗിക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് അത് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡിഒ ലെറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് അത്രത്തോളം അടുപ്പം ഉള്ളതുകൊണ്ടാണ്, ഒരു ഇൻറ്റേർണൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡിഒ ലെറ്ററുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിഒ ലെറ്ററുകൾ യൂസ് ചെയ്യുമ്പോൾ അവിടെയുള്ള വേഡിങ്ങുകൾ തന്നെ വ്യത്യാസമുണ്ടാവും. സാധാരണ നമ്മുടെ പി എമാർ, അതായത് പേഴ്സണൽ അസിസ്റ്റൻ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, നമ്മൾ എന്താണ് ഡ്രാഫ്റ്റ് റെഡിയാക്കി കൊടുക്കും. അതിനകത്ത് സംബോധന ചെയ്യുന്നതിനകത്ത് വരെ മാറ്റങ്ങളുണ്ടാകും. സംബോധന ചെയ്യുന്നതിനകത്ത് നമ്മൾ എന്താണ് ഈ പി എ റെഡിയാക്കി കൊടുത്താലും ആ ഒരു പോർഷൻ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് പേന കൊണ്ട് എഴുതിയത് എന്താണ് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ക്ലോസ് ചെയ്യുന്നിടത്ത് വിത്ത് ബെസ്റ്റ് വിഷസ്, വാം റിഗാർഡ്സ്, അപ്പം എന്താണ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ദീപാവലി, ഒക്കേഷണലി അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത്രത്തോളം എന്താണ് ഒരു ഇൻറ്റേർണൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. പണ്ട് ഒരു ജോയിൻറ്റ് സെക്രട്ടറി, അതായത് ഹ്യൂമൻ റിസോഴ്സസിലെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസിലെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ മറ്റൊരു മിനിസ്ട്രിക്ക് ഒരു ലെറ്റർ എഴുതി. അതിനകത്ത് നമ്മൾ സംബോധന ചെയ്തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, മൈ ഡിയർ എന്നാണ്. നമ്മൾ വിചാരിക്കുക എന്താ അങ്ങനെ സംബോധന ചെയ്ത്, അതെന്താണ്, അത് പുള്ളിക്കാരൻ്റെ വൈഫായിരുന്നു. അപ്പോൾ അതാണ് ആ റിലേഷൻ നമ്മൾ എന്താണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സംബോധന ചെയ്യുന്നിടത്ത്, അതായത് ക്ലോസിങ്ങിലും എല്ലാം എന്താണ് ഉപയോഗിക്കുന്ന വേഡിങ്ങുകൾ, അത് ഓരോന്നും വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലെറ്ററും കൂടെ ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസും ഒക്കെ തരുന്ന കൂട്ടത്തിൽ ഒരു ലെറ്റർ കാണിക്കാം. ഒരു മിനിസ്റ്റർക്ക് സെൻഡ് ചെയ്തേക്കുന്ന ഒരു ലെറ്റർ. ഇപ്പോൾ മെയിനായിട്ടും എന്താണ്, നമ്മളൊരു സുപ്പീരിയറിന് ഒരു സബോർഡിനേറ്റ് സെൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു സബോർഡിനേറ്റ് സുപ്പീരിയർ സബോർഡിനേറ്റും ആവാം. അപ്പം സബോർഡിനേറ്റ് സുപ്പീരിയറിന് സെൻഡ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ ചിലപ്പോൾ സറെന്നും കൂടെ, പേരിൻ്റെ കൂടെ സറെന്നും കൂടെ, സംബോധന ചെയ്യുന്ന സ്ഥലത്ത് സറെന്ന് ചേർക്കാറുണ്ട്, പേര് ചേർത്താണ്. അപ്പം അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ ഫോമുകൾ നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾ അതൊരു പേനയും പേപ്പറും എടുത്ത് റെഡിയാക്കി എഴുതി വെച്ചിട്ട് മലയാളവും ഇംഗ്ലീഷും കൂടെ കമ്പയർ ചെയ്ത്
ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്ത് മിനിസ്റ്റർക്ക് അയച്ച ഒരു ഡിഒ ലെറ്റർ ഞാൻ ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഓക്കെ, ലെറ്ററിൻ്റെ ഫോർമാറ്റാണ് ഇത്. ഓരോന്നും വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഇതിനകത്ത് നമ്മൾ നോക്ക്, ഈ നെയിമും ഡെസിഗ്നേഷനും കഴിഞ്ഞ് ഡിഒ ലെറ്റർ എഴുതുന്നതിന് മുമ്പ് കുറച്ച് സ്പേസും കൂടെ, ഇതിനേക്കാട്ടിൽ ഒരു 5 സ്പേസിൻ്റെയും കൂടെ ഗ്യാപ്പ് എടുത്തിട്ട് വേണം. ഇതാണ് പിന്നീട് നമുക്കുള്ള മാർജിൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ വേണം നിങ്ങൾ എഴുതിയെടുക്കാൻ. നെയിമും ഡെസിഗ്നേഷനും മാത്രം ഈ മാർജിനിൽ കൊടുത്തിട്ട് ബാക്കി എല്ലാത്തിനും ഇത്രയും ഗ്യാപ്പും കൊടുത്ത് എഴുതണം. ഓക്കെ, ഇത് മലയാളത്തിലെ ഫോർമാറ്റാണ്. അർത്ഥ ഔദ്യോഗിക കത്ത്. ഇവിടെയും നമ്മൾ പറഞ്ഞിട്ട് മാർജിൻ സൂക്ഷിച്ച് വേണം എഴുതാൻ. വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട് എക്സ്പ്ലെയിൻ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എല്ലാവരും പേപ്പറിൽ എഴുതി വെച്ച് കാണുമല്ലോ. അപ്പോൾ അത് നോക്കിയിരിക്കാം. 1 by 1 ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആദ്യം നമ്മൾ നെയിം ഡെസിഗ്നേഷൻ എന്ന് കൊടുത്തേക്കും അല്ലേ. നെയിം ഡെസിഗ്നേഷൻ, റൈറ്റ് സൈഡിൽ നെയിം ഓഫ് ഓഫീസ്, പ്ലേസ്, ഡേറ്റ്. അത് അത്രയും എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഒഫീഷ്യൽ മറ്റൊരു ഒഫീഷ്യലിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ 2 ഓഫീസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ആരാണോ ഈ ലെറ്റർ അയക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ നെയിമും ഡെസിഗ്നേഷനുമാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, മെയിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ നമ്മൾ എന്താണ്, സെക്രട്ടേറിയറ്റ് ലെറ്റർ ആയതുകൊണ്ട് അത് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് ചിലപ്പം കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് പേരും കൊടുത്ത് ഈ ഓർഡറിൽ എഴുതാറ്. അപ്പോൾ അവിടെ സെൻട്രലായിട്ട് എന്ത് വരും, ഗവൺമെൻറ് ഓഫ് കേരള എന്ന് വരും. മനസ്സിലായോ? ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അതർ ദാൻ സെക്രട്ടേറിയറ്റിലുള്ള 2 ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റായിട്ടാണ് എഴുതിയത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ രണ്ടും വരുവാണെങ്കിൽ മറ്റേതിനകത്ത് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് വരുന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത് കേരള സർക്കാർ മലയാളത്തിൽ പറയുമ്പോൾ അല്ലേ. ഇപ്പം നെയിമും ഡെസിഗ്നേഷനും, നെയിം നമ്മൾ ക്യാപിറ്റൽ കൊടുത്തേക്കുന്നു അല്ലേ. അപ്പം ഞാനാണ് അവിടുത്തെ ഉദ്യോഗസ്ഥനെങ്കിൽ എൻ്റെ പേര് ഇവിടെ ക്യാപിറ്റൽ കൊടുക്കുന്നു. പിന്നെ എൻ്റെ ഡെസിഗ്നേഷൻ, ഞാനാണ് ഡിഒ ലെറ്റർ അയക്കുന്നതെങ്കിൽ. മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഏത് ഓഫീസിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് നെയിം ഓഫ് ദി ഓഫീസ്, റൈറ്റ് സൈഡ്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പ്ലേസ്, ഡേറ്റ്, അത് ഏത് സ്ഥലത്താണെന്നും എന്നാണ് ഡ്രാഫ്റ്റ് ചെയ്തത്. പിന്നീട് ആ ഡിഒ ലെറ്ററിൻ്റെ നമ്പർ, മറ്റ് ലെറ്ററിൻ്റെ നമ്പറുകൾ പോലെ തന്നെ ഇതിനും നമ്പർ കൊടുക്കാറുണ്ട്. ഡിഒ നമ്പർ എന്ന് പറയുന്നത്, ഡിഒ മീൻസ് എന്താണ്, ഡെമി ഒഫീഷ്യൽ ലെറ്റർ അല്ലേ. ഡെമി പകുതി അർത്ഥ ഔദ്യോഗിക കത്ത്, പകുതി ഒഫീഷ്യലും പകുതി അൺഒഫീഷ്യലുമായിട്ടുള്ളത്. അപ്പോൾ അത്രയും ക്ലിയർ ആയോ? അപ്പം ഫ്രം ടു എന്നും പറഞ്ഞ് തരുവാണെങ്കിൽ നമ്മൾ ഈ ഓർഡറിലാക്കണം. നെയിം, ഡെസിഗ്നേഷൻ ആരുടെയാണ്, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അത് 2ലായിട്ട് വരുന്നത് നമ്മുടെ, അതായത് അയക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരും ഡെസിഗ്നേഷനും, നെയിം ഓഫ് ദി ഓഫീസ്, പ്ലേസ്, ഡേറ്റ്, പിന്നീട് ഡിഒ നമ്പർ. ഇനി സംബോധന ചെയ്യുന്നത് ഇപ്പോൾ ഡിയർ ശ്രീ എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ സബോർഡിനേറ്റിനാണെങ്കിലും നമ്മൾ എന്താണ്, ഇപ്പോൾ ഡിയർ ശ്രീവിദ്യ എന്ന് കൊടുക്കുന്നു അല്ലേ, ഡിയർ ശ്രീവിദ്യ എന്ന് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ശ്രീ എന്നൊന്നും വേണ്ട, എന്താണ് അത്രയും ഫ്രണ്ട്ലി ആണെങ്കിൽ അല്ലേ, ഡിയർ ശ്രീ എന്നുള്ളടത്ത് ഡിയർ ശ്രീവിദ്യ അങ്ങനെ പേര് കൊടുത്ത് നമ്മൾ ലെറ്റർ തുടങ്ങുന്നു. മനസ്സിലായോ? അത്രയും. അതായത് ഡിയർ ശ്രീ ഡാഷ് എന്ന് തന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചേർക്കേണ്ടത് എന്താണ്, ടു അഡ്രസ്സിൽ എന്താണോ വരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചാണ് നമ്മളിവിടെ സംബോധന ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എൻ്റെ പേര് പറഞ്ഞെങ്കിൽ ഞാനല്ല ഫ്രം, ടു അഡ്രസ്സിൽ ആരാണോ വരുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് എവിടെ വരേണ്ടത്, ഡിയർ ശ്രീ എന്ന് സംബോധന ചെയ്യുന്നിടത്തുണ്ട് വരുന്നത്. ഓക്കെ, ഒരു ലെറ്റർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി സബ് ആൻഡ് റെഫർ, സബ്ജക്റ്റും റെഫറൻസും. മറ്റ് ലെറ്ററുകളിൽ കണ്ടതുപോലെ തന്നെ സബ്ജക്റ്റ് എന്താണ്, ഈ വിഷയം എന്താണെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ചെറിയൊരു വിവരണമാണ് സബ്ജക്റ്റിനകത്ത് പറയുന്നത്. റെഫറൻസ് എന്താണ്, മറ്റെന്തെങ്കിലും ഒരു ലെറ്ററിനെ റെഫർ ചെയ്തിട്ടാണ് ഈ ലെറ്റർ അയക്കുന്നതെങ്കിൽ എന്താണ്, റെഫ് സൂചിപ്പിക്കും. നമ്മളിപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പേഴ്സണൽ കപ്പാസിറ്റിയിലാണെങ്കിൽ നമ്മുടെ മാറ്റർ എന്താണ്, പേഴ്സണൽ മാറ്റർ അല്ല, ഒഫീഷ്യൽ മാറ്ററാണ് അല്ലേ. ഞാൻ പറഞ്ഞു നേരത്തെ ആദ്യം പറഞ്ഞപ്പോൾ ഇതൊരു റിമൈൻഡർ ആയിരിക്കും. എന്താണ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യാത്തതിന് വീണ്ടും ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ എന്നിട്ടും മറുപടിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അയക്കുന്ന ലെറ്ററാണ് എന്ത്, റിമൈൻഡർ, ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് അയക്കുന്ന ഒരു ലെറ്റർ. മനസ്സിലായോ? അത് ചിലപ്പോൾ എന്താണ്, വ്യക്തിപരമായ അടുപ്പമുള്ളതുകൊണ്ട് നടപടി എടുക്കുന്നതിന് മുമ്പായിട്ട് എന്താണ്, ഡിഒ ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ അവിടെ റെഫറൻസ് എന്താണ്, നേരത്തെ അയച്ച ലെറ്ററുകൾ ആയിരിക്കാം റെഫറൻസ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നീട് അറ്റൻഷൻ ലൈൻ, പിന്നീട് ബോഡി ഓഫ് ദി ലെറ്റർ, യുവേഴ്സ് സിൻസിയർലി അല്ലേ. കഴിഞ്ഞ ലെറ്ററുകളെല്ലാം നമ്മൾ കണ്ട എന്താണ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നാണ് അല്ലേ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നാണ്, താങ്കളുടെ എന്താണ് വിശ്വസ്തൻ എന്നാണ് നമ്മൾ കണ്ടത്. ഇവിടെ എന്താണ്, യുവേഴ്സ് സിൻസിയർലി
അല്ലേ? യുവേഴ്സ് സിൻസിയർലി. അതിൻ്റെ മലയാളം എന്താണ്? യുവേഴ്സ് സിൻസിയർലി എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മാർത്ഥതയോടെ. അത്രത്തോളം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഫ്രണ്ട്ലി ആയിട്ട് വരികയാണ്, അല്ലേ? അടുപ്പം അത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ട് വരികയാണ്. അപ്പോൾ ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ആ ഫോർമാറ്റ് അങ്ങ് മാറി യുവേഴ്സ് സിൻസിയർലി എന്നായി. മനസ്സിലായോ? പിന്നീട് നമ്മൾ എന്താണ്, ആർക്കാണോ ഈ അഡ്രസ്സ് അയക്കുന്നത്, ആർക്കാണോ ഈ ലെറ്റർ അയക്കുന്നത്, അവിടെയാണ് ടു അഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ നമ്മൾ ഡിയർ ശ്രീ എന്ന് സംബോധന ചെയ്ത ആളിൻ്റെ പേരായിരിക്കും ഫസ്റ്റ് ലൈനിൽ വരുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ അഡ്രസ്സോ അല്ലെങ്കിൽ എന്താണ് വീട്ട് അഡ്രസ്സോ എങ്ങനെയാണോ എന്താണ് സെൻറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ. ഇത്രയും ക്ലിയർ ആയോ? ഇനി മലയാളമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മലയാളത്തിൽ വരുന്നത്? അയക്കുന്ന ആളിൻ്റെ പേരും സ്ഥാനപ്പേരും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണെന്ന്, അല്ലേ? പിന്നെ കാര്യാലയത്തിൻ്റെ പേര്, ആ ഓഫീസിൻ്റെ പേര്, സ്ഥലം, തീയതി, നമ്പർ. അതും നമ്മൾ ഈ മാർജിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു നെയിമും ഡെസിഗ്നേഷനും എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 5 ഡിഗ്രിയും കൂടെ, മൊത്തം ഒരു 15 ഡിഗ്രി മാർജിനാണ് പിന്നീടുള്ള മാറ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നു. പ്രിയപ്പെട്ട, കണ്ടോ, വെഡിങ് അങ്ങ് മാറി, ഡിയർ ശ്രീയും ഡിയർ സാറും ഒക്കെ മാറിയിട്ട് എന്താണ് പ്രിയപ്പെട്ട, അല്ലേ? അങ്ങനെ സംബോധന ചെയ്തു. പ്രിയപ്പെട്ട എന്താണ് പ്രിയപ്പെട്ട ജേക്കബ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട സരിതേ, അങ്ങനെ. പിന്നീട് വിഷയം, സൂചന. ക്ലോസ് ചെയ്യുന്ന നോക്കിക്കേ, ആത്മാർത്ഥതയോടെ. മലയാളത്തിൽ വന്നപ്പോൾ എന്താണ്? ആത്മാർത്ഥതയോടെ, സ്നേഹപൂർവ്വം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നീട് കിട്ടേണ്ട ആളിൻ്റെ മേൽവിലാസം, ആരാണോ സ്വീകർത്താവോ അദ്ദേഹത്തിൻ്റെ മേൽവിലാസം. അപ്പോൾ അവിടുത്തെ പേരും പ്രിയപ്പെട്ട എന്ന് നമ്മൾ എഴുതി കാണിച്ചതിന് ശേഷമുള്ള പേരും എന്താണ്? സെയിം ആയിരിക്കും. ടു അഡ്രസ്. റിസീവറാണ്, സ്വീകർത്താവാണ്. മനസ്സിലായോ? അപ്പം പ്രേക്ഷിതനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ അയാളുടെ പേരും ഡെസിഗ്നേഷനും അദ്ദേഹത്തിൻ്റെ ഓഫീസും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ചത്. ഇനി ഇതും ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനാണ് അയക്കുന്നതെങ്കിൽ അതിൻ്റെ ഹെഡിങ്ങിൽ എന്ത് കാണും? കേരള സർക്കാർ എന്ന് കാണിക്കും, അല്ലേ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എംബ്ലമോ സിമ്പിൾസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞു, ഇത് മന്ത്രിമാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മെമ്പർ ഓഫ് പാർലമെൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ലെറ്റർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കാണാം, അതും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഞാൻ പറഞ്ഞ മിനിസ്റ്റർക്ക്, മെമ്പർ ഓഫ് പാർലമെൻറ്റിന് അയച്ച ഒരു ഡിയോ ലെറ്റർ ഇവിടെ കൊണ്ട് ആരാണ് അയച്ചതെന്നുള്ള ഒരു എംബ്ലവും, അതായത് ഒരു IAS ഉദ്യോഗസ്ഥയാണ്. പുള്ളിക്കാരുടെ സീലും നെയിമും ഡെസിഗ്നേഷനുമാണ് കാണിച്ചേക്കുന്നത്. അത് ഇത്രയും ഭാഗത്തായിട്ട്. പിന്നെ മാർജിൻ കണ്ടോ ഇതുപോലെ, പക്ഷേ നമ്പരൊക്കെ വ്യത്യാസമുണ്ട്. എംബ്ലം കണ്ടോ ഓഫീസ്. ഇവിടെ നമുക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നോക്കൂ, ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് നോക്കൂ, റെസ്പെക്റ്റഡ് ശ്രീ ചന്ദ്രശേഖർ ജി എന്നാണ്. കണ്ടോ? റെസ്പെക്റ്റഡ് ശ്രീ ചന്ദ്രശേഖർ ജി എന്ന് പേന കൊണ്ട് എഴുതിയേക്കുവാണ്. ഇത്രയും ഡ്രാഫ്റ്റ് ചെയ്ത് പുള്ളിക്കാരുടെ PA കൊണ്ട് കൊടുത്തപ്പം എന്താണ് സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ ആ പേര് സംബോധന ചെയ്തേക്കുന്നു. മനസ്സിലായോ? അതുപോലെ സൈൻ ചെയ്തേക്കുന്നത് കണ്ടോ, യുവേഴ്സ് സിൻസിയർലിയാണ് യൂസ് ചെയ്തേക്കുന്നത്, സൈൻ ചെയ്തേക്കുന്നു. പിന്നെ ലാസ്റ്റിൽ കണ്ടോ ക്ലോസിങ് കൊടുത്തേക്കുന്നുണ്ടോ, എന്താണ് വിത്ത് വാം റിഗാർഡ്സ്, അതും പേന കൊണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ആർക്കാണ് അയച്ചേക്കുന്നത്? ശ്രീ ആരാണ്? രാജീവ് ചന്ദ്രശേഖർ MP ആണ്, മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ്. മെമ്പർ ഓഫ് പാർലമെൻറ്റ് കണ്ടോ, രാജ്യസഭ എന്ന് കൊടുത്തിട്ടുണ്ട്. നോർത്ത് അവന്യൂ, ന്യൂഡൽഹി. അപ്പോൾ ഇതൊരു ഡിയോ ലെറ്ററാണ്. അപ്പോൾ അവിടെ എന്താണ് പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ് ഡിയോ ലെറ്ററിനകത്ത് ഇങ്ങനെയുള്ള സംബോധന വന്നേക്കുന്നത്. ഇന്നും ക്ലിയർ ആയല്ലോ ഡിയോ ലെറ്റർ എന്താണെന്ന്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടു നോക്കാം. നിങ്ങളത് ഡ്രാഫ്റ്റ് ചെയ്യണം, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. ഇത് ഇംഗ്ലീഷിലുള്ളൊരു ഡിയോ ലെറ്ററിൻ്റെ ക്വസ്റ്റ്യനാണ്. നിങ്ങളത് നന്നായിട്ട് വായിച്ച് നോക്കി റഫായിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആൻസറും കൂടെ വിട്ടുതരാം. എന്നിട്ട് നിങ്ങളത് കറക്റ്റാക്കി വയ്ക്കുക. ഓക്കെ. നമുക്കിത് 1 by 1 ആയിട്ട് നോക്കാം. ദിസ് ലെറ്റേഴ്സ് റിട്ടൺ ബൈ ശ്രീ ഗോപാലൻ നായർ, അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ്, തിരുവനന്തപുരം, ടു ശ്രീ അരുണ മഥൻ, ജോയിൻറ്റ് സിമെൻറ്റ് കൺട്രോളർ, ന്യൂഡൽഹി. ഇത്രയുമാണ് നമുക്ക് തന്നേക്കുന്നത്. ഇൻഡയറക്റ്റായിട്ട് തന്നേക്കുവാണ്. അത് നമ്മൾ എന്താണ് കറക്റ്റ് ഫോർമാറ്റിൽ എഴുതുകയാണ്. ദിസ് ലെറ്റർ ഈസ് റിട്ടൺ ബൈ ശ്രീ ഗോപാലൻ നായർ, അല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി?
നെയിം കിട്ടി, സെൻറ്ററിൻ്റെ നെയിം കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഗോപാലൻ നായർ എന്ന് ക്യാപ് ലെറ്ററായിട്ട് കൊടുക്കുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ ഡെസിഗ്നേഷൻ എന്താണ്? അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആണ് അല്ലേ. അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പം അത്രയും നെയിമും ഡെസിഗ്നേഷനും ക്ലിയറായി. ഇനി റൈറ്റ് സൈഡിലായിട്ട് എന്താണ്? പുള്ളിക്കാരൻ്റെ ഓഫീസിൻ്റെ പേര് അല്ലേ. അപ്പം പുള്ളിക്കാരൻ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന ഓഫീസായിട്ട് കൊടുത്തു. പിന്നീട് തിരുവനന്തപുരം എന്ന് പ്ലേസ് കൊടുക്കാം നമുക്ക്. പിന്നീട് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. പിന്നെ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്, അത് കൊടുക്കുന്നു. നെയിമും ഡെസിഗ്നേഷൻ നമ്മൾ 10 ഡിഗ്രി മാർജിനിലും ബാക്കിയെല്ലാം ഒരു എക്സ്ട്രാ 5 ഡിഗ്രിയും കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ടാബ് കൊടുത്ത് ചെയ്യുന്നു. ഓക്കെ. അപ്പം എന്താണ് ഫ്രമിനകത്തുള്ള നെയിമും ഡെസിഗ്നേഷനും ഓഫീസിൻ്റെ പേരും നമ്പരും ഒക്കെ ആയി. ഇനി നമ്മൾ ലെറ്റർ സംബോധന ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? ഡിയർ ശ്രീ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു ഇത് ടു അഡ്രസ്സിലുള്ള ആളിൻ്റെ പേരാണ് ഇവിടെ ചേർക്കേണ്ടത്. ഡിയർ ശ്രീ ഇവിടെ എന്താണ്? ആർക്കാണ് ലെറ്റർ അയക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ടു ശ്രീ അരുണ മദൻ അല്ലേ, ജോയിൻറ്റ് സെക്രട്ടറി സിമെൻറ്റ് കൺട്രോളർ ന്യൂഡൽഹി. അപ്പോൾ നമ്മൾ എങ്ങനെ സംബോധന ചെയ്യും? ഡിയർ ശ്രീ അരുണ മദൻ എന്ന് നമ്മൾ സംബോധന ചെയ്യുന്നു. ഇവിടെ ആ പേരും കൂടെ ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് സബ് എന്താണ് നോക്കാം. ഇമ്പോർട്ട് ചെയ്യാൻ എന്താണ്? സിമെൻറ്റ് അലോക്കേഷൻ ഓഫ് അഡീഷണൽ കോട്ട ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് സാങ്ഷൻ ഓൺ പ്രയോറിറ്റി റിക്വസ്റ്റഡ്. ഇത്രയുമാണ് എന്ത്? സാങ്ഷൻ ഓൺ പ്രയോറിറ്റി റിക്വസ്റ്റഡ്. അത്രയും സബിനകത്ത് വരുന്നു. ഇനി റഫ് എന്താണ്? ദിസ് ഓഫീസ് ലെറ്റർ ഡേറ്റഡ് 25/82 ആൻഡ് റിമൈൻഡേഴ്സ് ഡേറ്റ്. കണ്ടോ ഇവിടെ റിമൈൻഡേഴ്സ് വന്നു. ലെറ്റർ കൂടാതെയുള്ള റിമൈൻഡറുകളും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. ദെൻ നമ്മൾ എന്ത് കൊടുക്കുന്നു? അറ്റൻഷൻ ലൈൻ കൊടുക്കുന്നു. ഇനി ബോഡി ഓഫ് ദി ലെറ്റർ. നമുക്ക് ബോഡി ഓഫ് ദി ലെറ്റർ കണ്ടു നോക്കാം. I draw your personal attention to the letter cited in which request was made to consider the question of enhancing the quota of cement. ഇതിവിടെ കൊടുക്കണം. Allocation to the industrialist in Kerala. ഇവിടെ ഒരു ഇത് കൊടുത്തേക്കുന്നുണ്ടോ? ഇതിവിടെ കൊണ്ട്. ഇവിടെ എന്താണിത്? ഫുൾ സ്റ്റോപ്പാണ്. ഒരു സെൻറ്റൻസ് ആണ്. അടുത്ത സെൻറ്റൻസ് ആണ് ഫേവറബിൾ ഓർഡേഴ്സ്. ഇത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവൈറ്റഡ് ബട്ട് ഓഫ് നോ അവൈൽ. അത്രയും വരെ ഫുൾ സ്റ്റോപ്പാണ്. ഹിയർ ദേ മേക്ക് ഷുവർ ആൻഡ് ഡ്രൈ ഫോർ ബീങ് സപ്ലൈഡ് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി എന്താണ്? വിട്ടിട്ട് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ ചെയ്യണം എന്നാണ്. Quantity of cement to meet their urgent requirements. ഇവിടെ LC കൊടുത്തേക്കുന്ന ഈ റിക്വയർമെൻറ്റ്സിൻ്റെ 6 സ്മോൾ ലെറ്റർ വേണമെന്നാണ്. ഫുൾ സ്റ്റോപ്പ്. ഇനി അടുത്ത് എന്താണ്? പാരഗ്രാഫായിട്ടാണ്. therefore request you to. ഇവിടെ നെക്സ്റ്റ് NB ഇട്ടേക്കുന്നത് എന്താണ്? നെക്സ്റ്റ് പാരഗ്രാഫിൻ്റെ ആണെന്നുള്ളതാണ്. NB എന്ന് ചെയ്ത് വെക്കരുത്. therefore request you to consider this priority question on a basis and issue orders. ഇവിടെ ഇങ്ങനെ എന്ത് കൊണ്ടുവരണം? ഈ തന്നേക്കുന്നത് കൊടുക്കണം. ഓർഡേഴ്സ് സാങ്ഷനിങ് സം സ്പെഷ്യൽ കോട്ട അറ്റ് ലീസ്റ്റ് ഫോർ മീറ്റിംഗ് ദി ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സ്. അത്രയും വരെ രണ്ടാമത്തെ പാരഗ്രാഫാണ്. ഫുൾ സ്റ്റോപ്പ്. ഇനി നമ്മൾ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യുവേഴ്സ് സിൻസിയർലി എന്ന് ക്ലോസ് ചെയ്യുന്നു. കോമ കൊടുക്കുന്നു. ഇനി ടു അഡ്രസ്സാണ് ഇവിടെ. എന്താണ് ടു അഡ്രസ്സ്? ശ്രീ അരുണാമദം. പിന്നെന്താണ്? അരുണാമോദം MODHA. അത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് സിമെൻറ്റ് കൺട്രോളർ ന്യൂഡൽഹി ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് കാണിക്കും. ഇത്രയുമാണ് DO ലെറ്റർ. കറക്റ്റായിട്ട് എഴുതുക. ഇനി അതിൻ്റെ ആൻസർ ഞാൻ ഇട്ട് തരാം. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങളിത് എഴുതിയതിന് ശേഷം ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ വൃത്തിയായിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ. DO ലെറ്റർ ക്ലിയർ ആയല്ലോ. ഇനി മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ കണ്ടു നോക്കാം. ഓക്കെ. മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളത് വൃത്തിയായിട്ട് വായിച്ച് നോക്കുക, ഡ്രാഫ്റ്റ് ചെയ്ത് വയ്ക്കുക. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ തരാം.
ഫോർമാറ്റ് പോലെ തന്നിരിക്കുകയാണ്, എന്നാലും നോക്കാം നമുക്ക്. എസ് ദിനേശ്, ഫിഷറീസ് വകുപ്പ് ഓഫീസർ. മനസ്സിലായോ? പോസ്റ്റ് ബോക്സ് 185 ഇടുക്കി 34. ഇത് നമ്മൾ ഓർഡറിലാക്കുമ്പോൾ എങ്ങനെയാണ്? എസ് ദിനേശ്, ഫിഷറീസ് വകുപ്പ് ഓഫീസർ, ഇത്രയും ഇവിടെ കൊടുക്കുന്നു അല്ലേ. അതിനുശേഷം ഞാൻ പറഞ്ഞു നമ്മൾ കാര്യാലയത്തിൻ്റെ പേര് ഇവിടെ വേണമെന്ന്. ഫിഷറീസ് വകുപ്പ് എന്നുള്ളത് ഇവിടെ കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഈ പോസ്റ്റ് ബോക്സ് 185 ഇടുക്കിയും ഡേറ്റും കൊടുക്കുന്നു. പിന്നീട് വരുന്നതാണ് അർത്ഥ ഔദ്യോഗിക കത്ത് നമ്പർ എന്ന് പറയും. ഇപ്പോൾ ഇത്രയും വലിച്ചു വാരി ഫുൾ അങ്ങ് എഴുതാൻ നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മൾ ആ കുത്ത് ഔ കുത്ത് എന്താണ് അങ്ങനെ കൊടുക്കും. അർത്ഥ ഔദ്യോഗിക കത്ത് എന്നുള്ളതിൻ്റെ ഓരോന്ന് ഷോർട്ടൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി മറ്റുള്ള നമുക്ക് കടക്കാം. എങ്ങനെയാണ് സംഭവം? പ്രിയ സാർ എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ. പ്രിയ സാർ, പേരൊന്നും എടുത്ത് പറയുന്നില്ല, പ്രിയ സാർ എന്ന് തന്നെ മതി. പിന്നീട് വിഷയം ആദ്യം, സൂചന പിന്നീട്. വിഷയം ഇടുക്കി ജില്ലയിൽ മൊബൈൽ ബസ് പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച്, അതാണ് എന്ത് വിഷയം. പിന്നീട് സൂചന, അതെല്ലാം എന്താണ് നമ്പറുകളാണ്, അതുപോലെ ചെയ്യുക. അറ്റൻഷൻ ലൈൻ കൊടുക്കുക. ബോഡി ഓഫ് ദി ലെറ്ററിലോട്ട് കിടക്കുക. മേൽ പരാമർശത്തിലേക്ക് അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇടുക്കി ജില്ലയിൽ ഒരു മൊബൈൽ ബസ് സർവീസ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് അനുവാദം ചോദിച്ചുകൊണ്ട് സൂചന 2 പ്രകാരം, സൂചന 2 എന്ന് പറഞ്ഞാൽ ഇത് പ്രകാരം ഇടുക്കി ജില്ലാ കളക്ടർ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അത് മത്സ്യത്തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും വളരെ പ്രയോജനപ്പെടുമെന്ന് ഉള്ളതുകൊണ്ടും അടിയന്തിരമായി ഉത്തരവ് ഉണ്ടാകാൻ അപേക്ഷിക്കുന്നു. ഇവിടെ വിശ്വസ്തയോടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ ഇത് കൊടുത്തിട്ട് ടു അഡ്രസ് ഇവിടെ കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണൊരു DO ലെറ്റർ മലയാളത്തിൽ. ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റിലാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് അതർ ദാൻ സെക്രട്ടേറിയറ്റിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കൊരു ഒരു ഗവൺമെൻറ് ലെറ്റർ DO ലെറ്ററായിട്ട് എഴുതുന്നത് നമുക്ക് കണ്ടു നോക്കാം. ക്വസ്റ്റ്യൻ ഞാനിടാം, നിങ്ങളത് ആ വ്യത്യാസം മനസ്സിലാക്കി അതും കൂടെ ആൻസർ ചെയ്ത് വയ്ക്കുക. ഇത് ഒരു DO ലെറ്ററാണ്. ഇതിൻ്റെ വ്യത്യാസം കേരള സർക്കാർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റ് എന്നുകൊണ്ട് അല്ലേ, സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്ന ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സെക്രട്ടേറിയറ്റിലെ 2 ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ആയതുകൊണ്ട് അത് കേരള സർക്കാർ എന്ന് കാണിച്ചു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ലെറ്ററുകൾ വരുമ്പോൾ നമ്മൾ സെൻട്രലായിട്ട് കേരള സർക്കാർ എന്ന് കൊടുക്കുന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം മറ്റതുപോലെ തന്നെയാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള എന്നും ആണ്. ഓക്കെ, എല്ലാവർക്കും DO ലെറ്റർ, അതായത് ഡെമ്മി ഒഫീഷ്യൽ ലെറ്റർ, അർത്ഥ ഔദ്യോഗിക കത്ത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ഒരു ലെറ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.